ഹലോ മക്കളെ, നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതാണ് കഴിഞ്ഞ വർഷത്തെ 2023 NMMS പരീക്ഷയിൽ മാറ്റ് സെക്ഷനിലെ ടോപ്പിക് വൈസ് വെയിറ്റേജ്, അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ചോദ്യങ്ങളാണ് വന്നതെന്നുള്ളതിൻ്റെ ഒരു ടേബിളാണ് നിങ്ങൾ കാണുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിരിക്കും. കാരണം നിങ്ങൾ വെറുതെ മാറ്റിന് ഇങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ. ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് കഴിഞ്ഞ വർഷം തീരെ ചോദിക്കാത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം തന്നെ പ്രിപ്പയർ ചെയ്യാൻ. സോ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല, മനസ്സിലാക്കേണ്ട കാര്യം NMMSൻ്റെ ഡെയിലി ലൈവ് ക്ലാസ് നമ്മുടെ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യണം. അതും കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, ഈ വർഷം നിങ്ങൾക്ക് NMMS നേടിയെടുക്കാൻ പറ്റും. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ രണ്ട് കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ മാത്സ് സെക്ഷനിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ചോദ്യം വന്നു നമ്മൾ നോക്കും. മാത്രമല്ല, ഈ ഒരു ടോപ്പിക്കുകളുടെ ഒക്കെ എന്താണ് അതിൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, കോഡിംഗ് ഡീകോഡിംഗ് എന്താണ് ശരിക്കും, അഥവാ റാങ്കിങ് ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ ചോദ്യം എങ്ങനത്തെ ചോദ്യമാണ് വരിക. അപ്പോൾ ഓരോ ടോപ്പിക്കും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സാമ്പിൾ ചോദ്യം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ടൈപ്പ് ചോദ്യം എന്നുള്ളത്. കാരണം അത് മനസ്സിലാവാതെ ഈ ടോപ്പിക്കിയുടെ പേര് മാത്രം ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതിൽ ഏതാണ്. ഒബ്വിയസ്ലി ഏറ്റവും കൂടുതൽ മാർക്ക് എവിടുന്ന വന്നത് അതായിരിക്കുമല്ലോ. ഇപ്പോൾ ലോജിക്കൽ വെൻ ഡയഗ്രാം 10 ചോദ്യങ്ങളാണ് വന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ റാങ്കിങ് ആൻഡ് ഓർഡറിങ് 9 ചോദ്യങ്ങൾ, അതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ അങ്ങനെ നോക്കി പോകുമ്പോൾ 7 ചോദ്യങ്ങൾ വന്നത് ക്ലാസിഫിക്കേഷൻ അഥവാ ഓഡ് മാൻ ഔട്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സെക്ഷനിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ഒന്നും കാണുന്നില്ല. ഈ സെക്ഷനിലേക്ക് പോകുമ്പോൾ വീണ്ടും 8 ചോദ്യങ്ങൾ വന്ന ഇൻസേർട്ടിങ് മിസ്സിംഗ് നമ്പേഴ്സ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ചോദ്യങ്ങൾ ചോദിച്ചത്. ഇനിയുള്ള നിങ്ങൾ എഴുതാൻ പോകുന്ന വർഷവും ഏറ്റവും കൂടുതൽ സാധ്യത ഈ ടോപ്പിക്സ് തന്നെയായിരിക്കും മാക്സിമം ചോദ്യങ്ങൾ വരാൻ. പിന്നെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾക്ക് കാണാം. ഫോർ എക്സാമ്പിൾ, ഈ 2 ചോദ്യങ്ങൾ വന്ന ടോപ്പിക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. ഓവർ നിങ്ങൾ അതിൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇമേജസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പേപ്പർ കട്ടിങ് ആൻഡ് ഫോൾഡിങ് ഒരു ചോദ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ അതിനെ പറ്റി അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു 100 ചോദ്യം ചെയ്യേണ്ട, അല്ല 50 ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മേ ബി ഒരു 5 ചോദ്യം ചെയ്താൽ മതിയോ. കാരണം വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടോപ്പിക്കാണ്. കഴിഞ്ഞ വർഷം തീരെ ചോദിക്കാത്ത ടോപ്പിക്സ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കാൻ, ഞാൻ മാറിത്തരാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ് ഈ ഓരോ സാധനങ്ങളെന്നാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈപ്പ് ചോദ്യം നമ്മൾ കണ്ടത് എന്താണ്, അനാലജി ബേസ്ഡ് ചോദ്യമാണ്. അപ്പോൾ ഓർഡറിലല്ല നമ്മൾ പോകുന്നത്. അനാലജി ബേസ്ഡ് ചോദ്യത്തിന് 5 ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ വന്നത്. ആ 5 ചോദ്യങ്ങൾ ഇതാ ഈ ഒരു ടൈപ്പ് ചോദ്യമാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാട്ടറും ഓക്സിജനും തമ്മിലുള്ള ബന്ധം എന്തൊരു ബന്ധം ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് സോൾട്ടും ആരും തമ്മിലാണ് സെയിം ബന്ധം. ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ നമ്മൾ ലൈവ് ക്ലാസ്സിലൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്ന് 5 ചോദ്യങ്ങളാവുന്നത് ഇതുപോലത്തെ ചോദ്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഓരോന്നിനും ഡിഫിക്കൽട്ടിയും കൂടെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഈ 5 ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിക്കാൻ പാടില്ല. ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് നിങ്ങൾ നമ്മുടെ മാറ്റിൻ്റെ കഴിഞ്ഞ ദിവസം പോയ ലൈവ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പല ചോദ്യങ്ങളും കിട്ടും. പിന്നെ ഉള്ള പ്രോബ്ലം ഫിഗേഴ്സ് ആണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. 5 ചോദ്യമാണ് വന്നത്, കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ഡിഫിക്കൽട്ട് എന്ന് പറയാനില്ല, മീഡിയം എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇത് നമ്മുടെ അലൻ സാറിൻ്റെ മാറ്റിൻ്റെ ക്ലാസ്സിൽ ഈ വീക്ക് വരാൻ പോകുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് നോക്കാം. ഇതാണ് പ്രോബ്ലം ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ചോദ്യമാണ് മക്കളെ, വീണ്ടും അനാലജി തന്നെയാണ്. പക്ഷേ അനാലജി നോൺ വെർബൽ, മറ്റേത് വെർബൽ ആയിരുന്നു, വേർഡ്സ് ഉള്ളായിരുന്നു. നോൺ വെർബൽ, അതായത് ഇവനും തമ്മിലുള്ള ബന്ധം, ഒരു ബന്ധം ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് ഇവനും ആരും തമ്മിലാണ് ആ സെയിം ബന്ധമുള്ളത്. അപ്പോൾ വീണ്ടും അനാലജി തന്നെയാണ്, പക്ഷേ പിക്ചേഴ്സിലൂടെയാണ്. അപ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ടി കൂടും. മീഡിയം എന്ന് വേണം നമുക്ക് പറയാം. ഓക്കെ, കുറച്ചും കൂടി ഡിഫിക്കൽട്ടി മീഡിയം ലെവൽ എന്ന് പറയാം. ഡിഫിക്കൽട്ട് എന്ന് പറയാൻ മാത്രമല്ല, മീഡിയം ലെവൽ എന്ന് പറയാം. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ അലൻ സാറിൻ്റെ ഈ വീക്ക് വരാൻ പോകുന്ന മാറ്റ് ലൈവ് അലൻ സാർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലൈവ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ചോദ്യമാണ് കോഡിംഗ് ഡീകോഡിംഗ്. ഇതൊക്കെ നമ്മൾ മാറ്റ് ലൈവിൽ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ളതാണ്. നൈറ്റ് ലൈവിൽ വരെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതായത് ലവിൻ്റെ കോഡ് ഇതാണെങ്കിൽ കൈൻഡിൻ്റെ കോഡ് എന്തായിരിക്കും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് പൊസിഷൻ ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ലൈവ് പോയി കാണാൻ മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ ഈസി ചോദ്യം തന്നെയാണ്, വേഗം നമുക്ക് ചെയ്യാൻ പറ്റും. 5 ചോദ്യങ്ങളാണ് വീണ്ടും വന്നത്. ഈസി ആയിട്ട് 5 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം, മിസ് ചെയ്യാൻ പാടില്ല. ബ്ലഡ് ആൻഡ് ഫാമിലി റിലേഷൻസ് സാധാരണ വർഷങ്ങളിൽ ചോദിക്കാത്തതാണ്, പക്ഷേ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക്കലി P+Q എന്ന് പറഞ്ഞാൽ P is the daughter of Q, P into Q, അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്താണെന്നുള്ളതാണ് ചോദ്യങ്ങൾ. ഇതും ആക്ച്വലി വളരെ ഈസി ചോദ്യങ്ങളാണ്. നമ്മളെ ഒരു നൈറ്റ് ലൈവിൽ കഴിഞ്ഞ വീക്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നൈറ്റ് ലൈവിലായിരിക്കും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടാവാം. ഇതേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യാം, ഈസി ആയിരിക്കും. 3 ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പോൾ കുറേ എക്സ്പെക്ട് ചെയ്യേണ്ട, കുറേ അതിനെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. വൈദ്യുതി ഒരു കാര്യം ഞാൻ പറയാം മക്കളെ, നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ എക്സാമിനറിൻ്റെ വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്യുക. അതിൽ വർക്ക് ഷീറ്റുകൾ ഉണ്ടാവും,
ടെസ്റ്റുകളുണ്ടാവും, ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ടാവും. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റുകളിൽ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് റാങ്കിങ് ആൻഡ് ഓർഡർ. ബേസിക്കലി കുറേ ആൾക്കാരുടെ ഇങ്ങനെ പേര് തരും, എന്നിട്ട് അവർ എന്താണ് ഇവരെനിക്ക് ചോദിച്ചിരിക്കുന്ന സിറ്റിംഗ് പൊസിഷനാണ്, ഇത്രയും പേരുണ്ട്, ഇവിടെ ആരായിരിക്കുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് സാധാരണഗതിയിൽ എന്താണ് വളരെ ഈസി ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ടെക്നിക്ക് അറിയെങ്കിൽ ഇത് വളരെ ഈസി ആയിരിക്കും. ടെക്നിക്ക് അറിയാതെ നിങ്ങൾ വെറുതെ ഗസ് ചെയ്യാൻ നോക്കുകയാണ്, ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ചോദ്യമായിരിക്കും. അപ്പോൾ ടെക്നിക്കൊക്കെ നമ്മൾ ആക്ച്വലി ഈ ചോദ്യം നമ്മൾ നമ്മുടെ നൈറ്റ് ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈസി ചോദ്യങ്ങളാണ്, 9 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ മിക്ക ചോദ്യങ്ങളും ഇത് ഈ ഒരു ടൈപ്പ് വരുമ്പോൾ എന്താണ് ഒരൊറ്റ ചോദ്യം ഇങ്ങനെ തരും, എന്നിട്ട് 1 2 3 4 5, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ 5 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഒറ്റ പ്രാവശ്യം നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 5 ചോദ്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ അഡ്വാൻറ്റേജ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, അടുത്ത ടൈപ്പ് ചോദ്യത്തിലേക്ക് പോകാം. ലോജിക്കൽ വെൻ ഡയഗ്രാം 10 ചോദ്യങ്ങൾ, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമ്മുടെ അലൻ സാറിൻ്റെ മാറ്റ് ലൈവിൽ ഓൾറെഡി ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിയും ഡിസ്കസ് ഈ വീക്ക് വരുന്ന മാറ്റ് ലൈവിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. 10 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ വെൻ ഡയഗ്രാംസ് വരും, എന്നിട്ട് കുറേ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ വീണ്ടും ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോദ്യങ്ങൾ 5 6 ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒറ്റ ഇരിപ്പിന് തന്നെ തീർക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. പക്ഷേ ഇതിങ്ങനെ ഡീകോഡ് ചെയ്യേണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ലൈവുകൾ കണ്ട് മനസ്സിലാക്കണം. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അപ്പോൾ വീണ്ടും ഇതിൻ്റെ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊരു മീഡിയം ഡിഫിക്കൽട്ടിയാണ്, ഈസി എന്നൊന്നും പറയില്ല, മീഡിയം ഡിഫിക്കൽട്ടിയാണ് പഠിച്ചു കഴിഞ്ഞാൽ. ഇതിന് മുമ്പ് നമ്മൾ ഡിഫിക്കൽട്ടി ക്ലാസിഫൈ ചെയ്യാത്തതുണ്ടോ? ഇല്ല, എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരിക, അതായത് ബേസിക്കലി ഇതിൽ ആരാണ് ആദ്യം ആൽഫബറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഓർഡറിൽ വരിക. ഇതൊക്കെ നമ്മൾ നൈറ്റ് ലൈവിൽ ചെയ്താണ്, ഇനിയുള്ള ലൈവുകളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. വളരെ ഈസിയാണ്, ആക്ച്വലി വെരി ഈസി എന്ന് പറയാം. ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെരി ഈസിയാണ്. ഫൈൻഡ് ഔട്ട് ദി മിസ്സിംഗ് നമ്പർ ഇത് അടുത്ത ആരാണ് വരിക. അപ്പോൾ മിസ്സിംഗ് നമ്പർ നമുക്ക് ഒരു മീഡിയമിൽ ക്ലാസിഫൈ ചെയ്യണം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില മിസ്സിംഗ് നമ്പർ ചോദ്യങ്ങൾ വളരെ ഈസി ആയിരിക്കും ഉണ്ടാവുക, ചിലത് അത്ര ഈസി ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിപ്പെൻസ് ഓൺ ചോദ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ചിലത് ഭയങ്കര ഈസി, ചിലത് വളരെ ഡിഫിക്കൽട്ട് വരും. അപ്പോൾ ഒരു മീഡിയം നമ്മൾ പറയേണ്ടി വരും. 5 ചോദ്യങ്ങളാണ് ഇത് എല്ലാ വർഷവും വരുന്നതാണ്. സോ നിങ്ങൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം, ലൈവുകൾ കണ്ടാൽ മതി, എല്ലാത്തിനും ലൈവ് കണ്ടാൽ ബേസിക്കലി. ഇത് സീരീസ് കംപ്ലീഷൻ ആണ്, CK FJ II അങ്ങനെയാണ് അടുത്ത്. ഇതൊക്കെ നമ്മൾ നൈറ്റ് ലൈവിൽ ചെയ്ത ചോദ്യങ്ങളാണ്. ബേസിക്കലി സീരീസ് കംപ്ലീഷൻ വിത്ത് ആൽഫബറ്റ്സ് ആണ്. ഇതും ആക്ച്വലി നമ്മൾ മീഡിയം എന്ന് പറയാം, കാരണം അല്ലെങ്കിൽ ഇത് മീഡിയം അല്ല ആക്ച്വലി. ആൽഫബറ്റ് വെച്ച് വരുമ്പോൾ എപ്പോഴും ഈസി ആയിരിക്കും, കാരണം നമ്പേഴ്സ് വെച്ച് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്പേഴ്സിൽ പല പാറ്റേൺ ഉണ്ടാവുമല്ലോ. ഡിഫറൻസ് വെച്ചിട്ട് പാറ്റേൺ ആക്കാം, സ്ക്വയർ കംപ്ലീഷൻ വെച്ചുള്ള പാറ്റേൺ, പല പാറ്റേൺസ് വരാം. ആൽഫബറ്റിൽ വരുമ്പോൾ അത്ര വലിയ പാറ്റേൺ പരിപാടിയൊന്നും ഉണ്ടാവില്ല, സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും. അതുകൊണ്ട് ഈസി എന്ന് തന്നെ പറയാം. അപ്പോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. ഇത് ബേസിക്കലി ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിടുന്ന പരിപാടിയാണ്. അതിനെ സീരീസ് കംപ്ലീഷൻ ആണ് വിളിക്കുക. സീരീസ് കംപ്ലീഷൻ വിത്ത് ലെറ്റേഴ്സ് 4 ചോദ്യങ്ങളാണ്, എല്ലാ വർഷവും വരുന്നതാണ്. വളരെ ഈസിയാണ് ആക്ച്വലി. വൺസ് നിങ്ങൾക്ക് ഇതിന് ടെക്നിക്ക് മനസ്സിലായി, വളരെ ഈസി. ടെക്നിക്ക് വളരെ സിമ്പിളാണ്. ഓരോ ഓപ്ഷനും കൊണ്ട് അവിടെ ഇട്ട് കൊടുക്കുക, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു പാറ്റേൺ കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ലൈവൊക്കെ നിങ്ങൾ കാണാം, അപ്പം ഞാൻ എടുത്ത ലൈവ് കാണാം, അതിൽ നമ്മൾ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലാസിഫിക്കേഷൻ അഥവാ ഓഡ് മാൻ ഔട്ട്, ബേസിക്കലി എന്താണ്, ചൂസ് ദി വേർഡ് ഇൻ വിച്ച് ഇസ് നോട്ട് ലൈക്ക് ദി അതർ വേർഡ്സ്. ബേസിക്കലി 4 വേർഡ്സ് ഉണ്ടാവും. ഇതിൽ ഓഡ് ആരായിരിക്കും, ഓഡ് വൺ ഔട്ട് ആരാണെന്നാണ് ചോദ്യം. ബേസിക്കലി വളരെ ഈസി ചോദ്യങ്ങളാണ്. ഇതിന് പഠിക്കാൻ മാത്രമില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആൻസർ എന്തായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഫിഗർ മെട്രിക്സ് ആണ്. വിച്ച് ആൻസർ ഫിഗർ കംപ്ലീറ്റ്സ്. ബേസിക്കലി 1 2 3 4ാമത്തെ ഏതായിരിക്കും വരാൻ ചാൻസ്. അപ്പോൾ ഇത് മീഡിയം എന്ന് പറയേണ്ടി വരും, കാരണം അത് ഡിപ്പെൻഡ്സ് ഓൺ ചോദ്യം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് മാസ്റ്ററി ആണെങ്കിൽ നിങ്ങൾ കുറേ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ചോദ്യങ്ങൾ എവിടുന്ന് പ്രാക്ടീസ് ചെയ്യും? എക്സാമിൻ്റെ വെബ്സൈറ്റ് എടുക്കുക, ഫ്രീ ആയിട്ട് അവിടുന്ന് പ്രാക്ടീസ് ചെയ്യാം. വർക്ക്ഷീറ്റ് ഉണ്ട്, എക്സാംസും ഉണ്ട്. അത് ചോദ്യങ്ങൾ എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും അത്രത്തോളം നിങ്ങൾക്ക് പാറ്റേൺ റെക്കഗ്നിഷനിലെ ഒരു കഴിവ് കിട്ടും. മീഡിയം എന്ന് പറയാൻ പറ്റും, ഓവർ ഈസി എന്ന് പറയാൻ പറ്റില്ല. അനലിറ്റിക്കൽ റീസണിങ് ക്വസ്റ്റൻ പല രീതിയിലുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും വരിക, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ വന്നത് ഈ ക്യൂബ് എണ്ണം, എത്ര ക്യൂബ്സ് ഉണ്ട് എന്നുള്ള ചോദ്യമൊക്കെ വന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ക്യൂബ് എണ്ണണം. അപ്പോൾ ഇവിടെയും ടെക്നിക്കൊന്നും നമുക്ക് പഠിക്കാനില്ല, മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നേ ഉള്ളൂ. വീണ്ടും മീഡിയം ഡിഫിക്കൽട്ടി എന്നാണ് പറയുക. ഇതുവരെ നമ്മൾ ഡിഫിക്കൽട്ട് ചോദ്യം നമ്മൾ കണ്ടിട്ടില്ല. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പല ചോദ്യങ്ങളും നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും, പക്ഷേ വൺസ് നിങ്ങൾ അതിൻ്റെ ടെക്നിക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര ഡിഫിക്കൽട്ട് ഒന്നും അല്ല എന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നോൺ വെർബിലാണ്. ബേസിക്കലി ഇതിൽ ആരാണ് ഡസ് നോട്ട് ബിലോങ്. ബേസിക്കലി ഓഡ് മാൻ ഔട്ട് പോലെ തന്നെയാണ്, ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ മീഡിയം എന്ന് ക്ലാസിഫൈ ചെയ്യും, കാരണം ഇത് ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഈസി ക്വസ്റ്റൻ ആണ് ഈസി ആയിരിക്കും, ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണ് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ മോസ്റ്റ് ക്വസ്റ്റൻ ഈസി ആയിരിക്കും കേട്ടോ. വേറെ കാര്യം, സ്പോട്ടിങ് ഔട്ട് ദി എംബഡഡ് ഫിഗർ. ബേസിക്കലി ചോദ്യം ഇതാണ്, ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പ് ഇതിൽ ഏതിലാണുള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതും ആക്ച്വലി എന്താണ്, നമുക്കൊരു മീഡിയം രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. കാരണം ഇത് ഓരോ ആൾക്കാർക്കും ഓരോ പരിപാടിയായിരിക്കും. ചിലർക്ക് പെട്ടെന്ന് കിട്ടുന്നവരുണ്ടോ, അപ്പോൾ ഈസി ആയിട്ട് ചെയ്യും. ചിലർക്ക് പെട്ടെന്ന് കിട്ടാത്തവരുണ്ടോ, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതും നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈവ് ക്ലാസ്സിലേക്ക് വന്നിട്ട് ചോദ്യങ്ങൾ നിങ്ങൾ ടീച്ചേഴ്സിനെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അല്ലാണ്ട് ആദ്യമായിട്ട് കാണുമ്പോൾ കുറച്ച് സമയം എടുക്കും ചെയ്യാൻ. ടഫാന്നല്ല, സമയം എടുക്കും ചെയ്യാൻ.
പിന്നെ പേപ്പർ കട്ടിങ് ബേസിക്കലി എന്താണ്, ഏത് പേപ്പർ ഇങ്ങനെ മടക്കി വെച്ചിട്ട് എങ്ങനെ തുള ഉണ്ടാക്കിയാലാണ് ഈ തുറന്ന് വെക്കുമ്പോൾ ഈ തുള വരിക എന്നാണ്. ഒരു ചോദ്യം വന്നിട്ടുള്ളൂ, അപ്പോൾ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. അപ്പോൾ ഇതിനെ പറ്റി കൂടുതൽ ചോദ്യങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, മീഡിയം ലെവലാണ് ഡിഫിക്കൽട്ടി. ക്യൂബ് ആൻഡ് ഡൈസസ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, കാരണം എല്ലാ വർഷവും വന്നിട്ടുണ്ട്. 2 ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ, പക്ഷേ എല്ലാ വർഷവും വരുന്നതുകൊണ്ട്, മിക്ക വർഷങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതണം. മീഡിയം എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മീഡിയം, അതെന്തുകൊണ്ടാണ് മീഡിയം? ആക്ച്വലി ഇത് ഡിഫിക്കൽട്ട് ആണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്ക് അറിയില്ല, ആക്ച്വലി ഡിഫിക്കൽട്ട് ആണ്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ വൺസ് നമ്മുടെ ക്ലാസ്സിലൊക്കെ വന്നിട്ട് ഇതിൻ്റെ അലൻസാർക്ക് നമ്മുടെ ഈ വീക്ക് എടുക്കുന്ന ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ലൈവിലൊക്കെ വന്നിട്ട് നിങ്ങൾ ഇത് പഠിക്കുകയാണെങ്കിൽ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ ഇത് മീഡിയമാണ്, ഈസി അല്ല, മീഡിയമാണ്. ഓക്കെ, അത്ര നമുക്ക് പറയാൻ പറ്റും. മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരും, ഇത്ര സെല്ല് ചെയ്ത് കോസ്റ്റ് പ്രൈസ് എത്രയാണ്, ഇത് നമുക്ക് വീണ്ടും മീഡിയം എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഓവർ ഈസി ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഈസി ആവാണ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ മീഡിയം എന്ന് പറയുന്നത്? ചിലർ ആലോചിക്കുന്ന സാർ ഇത് ഈസി അല്ലേ, ഇതിപ്പോൾ എന്താ ഇത്ര ബുദ്ധിമുട്ട്? മക്കളെ, ഈസി ആവണമെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയാൽ മാത്രം പോരാ, വളരെ കുറച്ച് സമയം കൊണ്ട്, വെറും ഒരു 30-40 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ഈസി ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഈസി ആക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, പക്ഷേ 2 മിനിറ്റ് എടുക്കുമെങ്കിൽ നമ്മൾ അത് മീഡിയം എന്ന് എടുക്കാം. ഓക്കെ, അപ്പം മിക്ക കുട്ടികൾക്കും മീഡിയം ആയിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻസ് തോന്നാം, ചിലവർക്ക് അത് ഈസി ആയിട്ട് തോന്നും, വേറെ കാര്യം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ചോദ്യം, ഇൻസേർട്ടിങ് മിസ്സിംഗ് നമ്പർ. ഇത് വീണ്ടും മീഡിയം ആണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻസും യൂണീക്ക് ആയിരിക്കും, ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ പോലെ ആയിരിക്കും. ചില ക്വസ്റ്റ്യൻസ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലത് അവർ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ, അപ്പോൾ പല രീതിയിൽ ചോദ്യങ്ങൾ വരാം. പക്ഷേ മീഡിയമാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ, ഈ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ മാസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ചോദ്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഓരോ ചോദ്യങ്ങളും ഓരോ പാറ്റേൺ ആയിരിക്കും. പല പാറ്റേൺ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഇങ്ങനത്തെ ചോദ്യം വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് ഇമേജസ് ആണ്. വിച്ച് ഫോളോയിങ് കറക്റ്റ് മിറർ ഇമേജ് എന്നൊക്കെയാണ് ചോദ്യം. ഇതും ഒരു മീഡിയമാണ്. മീഡിയം എന്ന് വീണ്ടും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എത്രത്തോളം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം ഇത് ഈസി ആയി വരും. എത്രത്തോളം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടോ അത്രത്തോളം സമയം നിങ്ങൾക്ക് എടുക്കും. സമയം നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ചെയ്താൽ പോലും നമ്മൾ അതിനെ മീഡിയമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ വന്നത്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെയാണ് ഓരോ പേരുകൾ കേൾക്കുമ്പോൾ ഇനിമേൽ നിങ്ങൾക്ക് മനസ്സിലാവണം. അനാലജി എന്ന് പറഞ്ഞാൽ എന്താണ്, ലോജിക്കൽ വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇനി നിങ്ങൾക്ക് ലൈവുകളൊക്കെ വരുമ്പോഴും ബുക്കൊക്കെ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. അതിലൊക്കെ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും മക്കളെ ഒരു ലൈക്ക് അടിക്കുക, കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് അടിക്കുക, സാർ യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം. മാത്രമല്ല നിങ്ങളെ ഒരു 5 ഫ്രണ്ട്സിനെങ്കിലും, NMMS എഴുതുന്ന 5 ഫ്രണ്ട്സിനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിൽ പഠിച്ചെടുക്കാം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് പഠിച്ചെടുക്കണ്ടേ. അതിന് ലൈവുകളാണ് നമ്മുടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. ലൈവിൽ വരിക, ഞാൻ വരൻ സാർ, നമ്മുടെ ഹോൾ ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് NMMS പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ചാനലിൽ തരുന്നതായിരിക്കും. ലൈവ് ക്ലാസ് നമുക്ക് കാണാം മക്കളെ. ബൈ, ടേക്ക് കെയർ.